ബാങ്കിന്റെ കേടാണ്. ബാങ്കിൽ നിന്നാണ്. നോക്കി ഇറക്കട്ടെ മോനെ. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ 2 ദിവസം ഇളകരുത്. അതെ പുറത്തൊക്കെ ഓടി കളിക്കാൻ ഇറങ്ങരുത് ഇപ്പോട്ടാ. കുറച്ച് റെസ്റ്റ് എടുക്കണം. പോകുന്നല്ലോ പകുതിയായി. അതിനിപ്പോ ഈ പനി വന്നതിന്റെ ഒക്കെ ഒരു ക്ഷീണൊക്കെ ഉണ്ടാവും. പിന്നെ ഈ എണ്ണ മെഴുക്കുള്ള സാധനം ഒന്നും ഇനിയിപ്പോ കഴിക്കാൻ കൊടുക്കരുത് കേട്ടോ. കഞ്ഞിയൊക്കെ തന്നെ കൊടുത്താൽ മതി. കുറച്ച് ദിവസം കഴിയട്ടെ. എണ്ണ മെഴുക്കുള്ള കൊടുക്കരുത്. ഞാനകത്ത് പോയി കിടന്ന് കുറച്ചു തരാം. കളിക്കാനൊന്നും പോണ്ടെന്നും പറഞ്ഞു. അങ്ങനെ തെറിച്ചു നിൽക്കണ ആളാ. അങ്ങനെ ആകെ കുഴഞ്ഞ് കടന്നോട്ട് അവിടെ പോയിട്ട് കടന്നോന്ന് പോയിട്ട് കിടക്കൊന്നും വേണ്ട. അങ്ങനൊന്നും വയ്യാണ്ട് കിടക്കൊന്നും വേണ്ട. വെയിലേക്ക് ഓടി ഇറങ്ങാഞ്ഞാ മതി. പിന്നെ എന്താ പരികുട്ടി ആകെ പെട്ടുപോയി. ഇനിയിപ്പൊ നിന്റെ ഒരു 5000, ജോസൂട്ടിയുടെ അടുത്ത് വാങ്ങിയൊരു 5000, സുമട ഇത് പണയം വെച്ചിട്ടുള്ള എന്റെ കുറച്ച് പൈസ, അതൊക്കെ പാടെ കൂടിയിട്ട് എന്ത് ചെയ്ത് ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ കുട്ടി ഇങ്ങോട്ട് പോകുന്നില്ലേ അസുഖമൊക്കെ മാറിയിട്ട്? അതല്ലെങ്കിലോ ഇനിയൊരു 10 ദിവസം കൂടി കിടക്കണെങ്കിൽ എന്താ സ്ഥിതി? അപ്പൊ അത് ഭേദപ്പെട്ടതില് ദൈവത്തിനോട് സ്തുതി പറയാം. അല്ലാതെ അത് ഈ കടവും ബാധ്യത ആലോചിച്ചിരിക്കല്ലേ വേണ്ടത്. ചക്കനെ പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കണം. ഡോക്ടറായ എവളവ് കാശ് തരുമോ? ജോസൂട്ടിയുണ്ട്. വാസൂട്ടി നിന്നാ സൗപർണിയ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? അവർക്ക് പ്രാന്താണ്. എപ്പോഴും വിളിച്ചു. ഇത് മാസത്തേക്ക് തന്നെ വെച്ചത്. അപ്പൊ 5 ദിവസത്തിനുള്ളിൽ അവര് ഒരുപാട് വിളിച്ചിട്ട് ഫോൺ എടുക്കല്ലാന്ന് പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ആഴ്ച കൂടി ആയിട്ടില്ലേ പരീക്ക ഞങ്ങളത് പണയം വെക്കാൻ ചെന്നപ്പോ അവിടെ ഒരു സമ്മാന പദ്ധതി നടപ്പുണ്ടായില്ലേ, അതിന്റെ കൂപ്പൺ അവിടെ എഴുതി ഇട്ടിട്ടുണ്ടായി. അതിന്റെ ഞറുക്കെടുപ്പിൽ 3-ാം സമ്മാനം ഇവനാ കിട്ടിയേക്കണേ. 2 പവൻ സ്വർണം. അത് വാങ്ങാനാണ് അവര് വിളിക്കണത്. 2 പവൻ സ്വർണം. ഞാൻ വിചാരിച്ച എന്താ വെച്ചാ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഇങ്ങോട്ട് പോന്നിട്ടല്ലേ ഉള്ളൂ. അതിന്റെ പിന്നാലെ വിളി വരുന്നത്. എന്നാലും അത് രണ്ട് പവനോ? കാറ് വേറൊരാൾക്ക് കിട്ടി, ബൈക്ക് ഉണ്ടായി, 3-ാം സമ്മാനം. അതെ, പിന്നെ ബാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റേ സമ്മാന കൂപ്പൺ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതെ, സ്വർണ്ണ നാണയം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ സമ്മാനം വേണ്ട പൈസയും തരും. ഒരാൾക്ക് കൂപ്പണില്ലേ? പൈസ മതിയല്ലോ. എന്താ പറഞ്ഞ എനിക്ക് എത്ര ചെലവായിന്ന് പറഞ്ഞേ? എത്ര എനിക്ക് ചെലവായി? ഒരു 10-25,000 രൂപയില്ലേ? അതിന്റെ ഇരട്ടി എനിക്കാന്നേക്കണം. അതാണ് പടച്ചോട്ടോ. ആ ഒരു ആശ്വാസം കിട്ടി. അങ്ങനെ തന്നെയാണ്. ചില പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ അപ്പുറത്ത് വേറെ വിജയങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ തടി തരാമത്തായി. എന്റെ കണക്കൊക്കെ തീർന്നില്ലപ്പോ? 5000 10,000 ഒക്കെ കഴിഞ്ഞില്ലേ? മല്ലികേ